ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഹണി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടോക്കൂ. ഒരു അരിപ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ, 1/2 കപ്പ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈരാണ് ചേർക്കേണ്ടത്. നമ്മൾ മുട്ടയൊന്നും ഇതിൽ ചേർക്കണില്ല കേട്ടോ, അതുകൊണ്ടാണ് തൈര് ചേർക്കുന്നത്. 1/4 കപ്പ് ഓയിൽ, മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 കപ്പ് പാലും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അരിച്ചു വെച്ചിട്ടുള്ള പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തൂക്കി കൊടുത്ത ശേഷം മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തട്ടി കൊടുക്കുക. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. ഒരു റിങ് ഇറക്കി വെച്ചിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 6-7 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് ഈ പാത്രം ഇറക്കി വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ വിസിൽ മാറ്റാൻ മറക്കരുത്. എന്നിട്ട് 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. 45 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായ ശേഷം 1 ടീസ്പൂൺ ഹണിയും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇതായിട്ടുണ്ട്, ഒന്ന് ചൂടാറട്ടെ. 1/4 കപ്പ് ജാം, 1 ടീസ്പൂൺ ഹണിയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതായിട്ടുണ്ട്, ചൂടാറട്ടെ. കേക്കിൻ്റെ മേൽഭാഗം വിണ്ട് കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര മേലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ആക്കി വെച്ചിട്ടുള്ള ജാമിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഡെസ്നട്ട് കോക്കനട്ടും കൂടിയും ചേർത്ത് കൊടുക്കാം. നല്ല കിടിലൻ രുചിയാണ് കേട്ടോ, കഴിക്കാൻ നല്ല സോഫ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.